Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഹെന്ന ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ടിപ്സുകളുണ്ട്. അതേപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാരികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാരികൾ കണ്ടിട്ട് വരാം. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് സാരി വരുന്നത്. ഒരു ക്രീം കളറിലെ ബോഡിയിൽ ബ്രൗൺ കളറിലെ മെറൂൺ കളറിലെ പൂക്കളൊക്കെയാണ്. റോസപ്പൂവിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള സാരിയാണ്. ഇതാണ് സാരി, നല്ല സാരിയാണ്. ഇത് കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതിന്റെ ഒരു 500 ആ ഒരു റേഞ്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് തീരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല, ഇതൊരു ഇത്തിരി കട്ടിയുള്ള ഒരു ഇതായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇനിയിപ്പോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആകും. ഇതിന്റെ മുന്താണി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് മുന്താണി വരുന്നത് കേട്ടോ. വേണ്ട, ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. അപ്പൊ ബോർഡർ ഈ ഒരു രീതിയിലാണ് ബോർഡർ വരുന്നത്. ചെറിയ ബോർഡറാണ്. അപ്പൊ ഇത് നമുക്ക് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ. ഒരു മഞ്ഞയും അതേപോലെ മെറൂണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മുന്താണിയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേനൽക്കാലത്ത് ഉടുക്കാൻ പറ്റിയ ഒരു കോട്ടൺ സാരിയാണ്. അടുത്തത് ഒരു ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു സാരിയാണ്. ഒരു ഓറഞ്ച് കളറിലെ സാരിയാണ്. അതിലൊരു വാടാമുല്ല, അതുപോലെ തന്നെ ജയറാം പച്ച, അങ്ങനെയൊക്കെയുള്ള ഒരു പൂക്കളുടെ പ്രിന്റും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു സാരിയാണ് കേട്ടോ. നല്ല ജോർജറ്റ് ഫാബ്രിക്കിലുള്ള സാരി ഇതിനു മുമ്പ് ഈ ബ്രാൻഡിൻ്റെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് റീപർച്ചേസ് ചെയ്തതാണ്. നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിന് കുറച്ച് ചെക്കൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല, അടുത്ത് വന്നാലേ അറിയാവുള്ളൂ. അങ്ങനത്തെ ഒരു നല്ല കിടിലൻ സാരിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാരി. നല്ല സോഫ്റ്റ് ആണ്. അമ്മ പറയുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല സുഖമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരു 5-6 ഷെയ്ഡെങ്കിലും ഉണ്ട് കേട്ടോ. അത് ഈ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും ഡിഫറെൻറ്റ് കളറും ഉണ്ട്. അതേപോലെ തന്നെ പ്രിന്റും പൂക്കളും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ ഇതുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 300-ൽ താഴെയാണ്. 260 ആ ഒരു പ്രൈസിനാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ ഷിഫോൺ സാരിയാണ്. ഒരു പ്രത്യേക ഒരു മഞ്ഞ കളറാണ് കേട്ടോ. ഫയർ യെല്ലോ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ആ ഫയർ യെല്ലോ കളറില് ഇതിൽ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു പിങ്ക് കളർ, നല്ലൊരു കളറാണ്. അതെനിക്ക് ഇഷ്ടമുള്ള കളറാണ്. നല്ല ചുരിദാറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ ഈ കളറ്. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് റോസപ്പൂവിൻ്റെ ഒരു ഇതും അതേപോലെ ഒരു പ്രത്യേക ഒരു ഗ്രീൻ കളറും ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ്, ഫ്ലോറൽ പ്രിന്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ സാരിയുടെ അരികത്ത് ഇതേപോലെ ചെറിയൊരു പൈപ്പിംഗ് അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെ ചെറുതായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു കളറിലാണ് ബ്ലൗസ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 900 റേഞ്ചാണ് കേട്ടോ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ജയ്പൂരി സാരിയാണ് കേട്ടോ. ഇക്കത്ത് ഡിസൈനിലുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ്. ബ്ലൂവും ഒരു ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാരിയാണ്. ജയറാം പച്ചയും അതുപോലെ തന്നെ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വൈറ്റ്. നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിന്റെ മുന്താണിയാണ് ഈ വരുന്നതാണ് മുന്താണി വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. ഇതിന്റെ ഒരുപാട് കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഒത്തിരി കളർ ഷെയ്ഡ് ഉണ്ട്. ഇതാണ് അതിന്റെ ബോഡി വരുന്നത്. നല്ല രസമല്ലേ? ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഇടാം. ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ. ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 800 ആണ്. ഈ ഒരു പ്രിന്റും ഡിസൈനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് നല്ല ലാഭം തന്നെയാണ്. ഇതിന്റെ തന്നെ ഒരുപാട് കളർ ഷെയ്ഡും ഒരുപാട് ഡിസൈനും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്തിരി വലിയ ഡിസൈൻ അല്ല, എന്നാൽ തീരെ ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഒരു 5-8 ഉണ്ട് ഡിഫറെൻറ്റ് കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാരികളുടെയും നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആമസോൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയണം. ഫസ്റ്റ് പറയാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന ലീവ്സ് തന്നെ എടുക്കുക. നമ്മൾ കുറേ പഴകിയ ഹെന്ന പൊടിയൊക്കെയാണ് എടുത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഹെന്നയുടെ ഇല കിട്ടുവാണെങ്കിൽ, നമ്മുടെ മൈലാഞ്ചി ഇല കിട്ടുവാണെങ്കിൽ അത് നമുക്ക് അരച്ചു പുരട്ടുന്നത് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും മൈലാഞ്ചി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ മൈലാഞ്ചി അരച്ചാണ് നമ്മൾ പുരട്ടുന്നത്. നിങ്ങളൊരു 3/4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്ത ഹെയർ ആണെങ്കിൽ നമ്മളൊരു 2-3 ദിവസം അടുപ്പിച്ച് ഹെന്ന ഇട്ടാൽ മാത്രമേ ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ 15 ദിവസം കൂടുമ്പോഴും കൂടുതലും നരയുള്ളവർ ഹെന്ന അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ മുടിയിൽ ഹെന്ന ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണ ഉണ്ടാവരുത്. ഇത് ഹെന്ന ഇടുന്നതിന് തലേദിവസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് എണ്ണ ഇടാതെ തന്നെ ഷാമ്പു വാഷ് ചെയ്ത് നന്നായിട്ട് മുടിയിൽ എണ്ണമയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഹെന്ന ഇടുമ്പോൾ മുടി നനഞ്ഞ മുടിയിൽ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ വാങ്ങി വെച്ചിട്ട് അത് പഴകിപ്പോയി അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു, അതിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഹെന്നയുടെ ബോട്ടിൽ നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെന്നയ്ക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെന്നയുടെ പൗഡറിൻ്റെ ബ്രാൻഡ് നമ്മളൊന്ന് മാറ്റി നോക്കുക. വേറൊരു ബ്രാൻഡ് നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ ആണെങ്കിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഒത്തിരി പേര് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെന്ന. ഞാനും ഹെന്ന യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഹെന്ന അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നു. ഹെന്നയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അതൊരു നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് മുട്ട ഉപയോഗിക്കാം അതിൻ്റെ അകത്ത്, അതേപോലെ തന്നെ തൈര് ചേർക്കാവുന്നതാണ്. അതുപോലെ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ അത് അരച്ചിട്ടോ അല്ലെങ്കിൽ അത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടോ അത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ നെല്ലിക്കാപ്പൊടി, ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുടിയിൽ. അപ്പോൾ ഹെന്ന ഉപയോഗിക്കുമ്പോൾ നെല്ലിക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഹെന്ന ആഡ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് മാത്രം നെല്ലിക്കാപ്പൊടി ചേർക്കാം. ഹെന്ന ആയിരിക്കണം മുൻപന്തിയിൽ നിൽക്കാൻ, എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരുപാട് പേര് നീർക്കെട്ട് അതുപോലെ തന്നെ തലവേദന ഒക്കെ കാര്യങ്ങൾ ഈ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് 3-4 ഗ്രാമ്പ് കൂടി നമ്മൾ ഹെന്ന പൗഡറിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുന്നത് ആ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഡ്രസ്സുകളെല്ലാം ആമസോൺ ലിങ്കും അതുപോലെ മൈ ഹോട്ട് സ്റ്റോർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.